നിങ്ങൾ ദുരിതത്തിലാണോ? വിഷമിക്കേണ്ട, നമുക്ക് ദുരിതാശ്വാസ നിധിയുണ്ട്. പക്ഷെ പാവപ്പെട്ടവർക്ക് സഹായം കിട്ടില്ല. അതിനെന്താ, പണക്കാർക്കും തട്ടിപ്പുകാർക്കും നല്ല ആശ്വാസം കിട്ടുന്നുണ്ടല്ലോ. പൊതുജനങ്ങളുടെ പണം ഏതെങ്കിലും രീതിയിൽ കട്ടെടുത്തോ കൈക്കൂലി വാങ്ങിയോ സുഖമായി ജീവിക്കാമെന്ന് ആരും കരുതരുത്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരോട് ഒരു ദാക്ഷിണ്യവും സർക്കാരിനുണ്ടാവില്ല എന്നുകൂടി വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നീ ഒന്നും കാണാത്തൊരു കമ്മ്യൂണിസ്റ്റ് ഉണ്ട്. പട്ടിണി കിടക്കുന്നവന്റെ വയറും പണിയെടുക്കുന്നവന്റെ ദുരിതവും കാണുമ്പോൾ കണ്ണു നിറയുന്ന കമ്മ്യൂണിസ്റ്റ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം തട്ടിയെടുത്തതിൽ അന്വേഷണം ശക്തമാക്കാൻ വിജിലൻസ്. ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. എത്ര സ്ഥലത്താണ് ദുരിതാശ്വാസ നിധിയിൽ തട്ടിപ്പ് നടത്തിയത്? കാലത്രേ തട്ടിപ്പുകാർക്ക് ഇങ്ങനെ താക്കീത് കൊടുക്കാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാവുന്നുണ്ടോ? പോസിറ്റീവേ കാണുന്നു. നെഗറ്റീവായ ഒരു കാര്യവും ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് തകർക്കാൻ നോക്കണ്ട. ശരിയായ പോസിറ്റീവ് കാര്യം മാത്രമേ ഞങ്ങൾ ചിന്തിച്ച് മുമ്പോട്ടേക്ക് പോകുന്നു. ഗോവിന്ദ മാഷ് എന്തൊരു പോസിറ്റീവ് മാൻ ആണ്. ദുരിതാശ്വാസ നിധിയിലെ തട്ടിപ്പിന്റെ കാര്യം ഒന്നും ചോദിച്ചാൽ അങ്ങോട്ട് ചിന്തിക്കരുത്. അതൊക്കെ ഭയങ്കര നെഗറ്റിവിറ്റി ആണെന്നേ. ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. അത് ഉദ്യോഗസ്ഥരുടെ അലംഭാവം കൊണ്ടായിരിക്കും. ഫുൾ തട്ടിപ്പാണെന്നിരിക്കില്ല. പിന്നെ അതിനകത്ത് പറയാനെന്തുവാ? അതെ, ഭയങ്കര കുഴപ്പമാണ്. നമുക്ക് പെൻഷൻ പോലും കിട്ടുന്നില്ല. സർക്കാരിന്റെ വീഴ്ച എന്ന് പറയുന്നത് സർക്കാരിന്റെ മുമ്പിലേക്ക് വരുന്ന രേഖ വെച്ച് ആ രേഖ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ലേ അത് എം പിമാര് സർട്ടിഫൈ ചെയ്യുമ്പോൾ ആ രേഖയുടെ മേലെ എന്തെങ്കിലും വേറെ നിലപാട് സ്വീകരിക്കേണ്ടിയുണ്ടോ? അപ്പൊ അതാണ് സംഭവം. സർക്കാരിന്റെ മുന്നിൽ എം പിമാര് സർട്ടിഫൈ ചെയ്ത ഒരു രേഖ വന്നാ പിന്നെ ഞങ്ങളൊന്നും നോക്കൂല. അതാണല്ലേ. അപ്പൊ ദുരിതാശ്വാസ നിധിക്ക് തന്ന പൈസ മുഴുവൻ എവിടെ പോയി നാട്ടുകാർക്ക് സംശയമുള്ള പോലെ സർക്കാരിനും വലിയ ധാരണ ഒന്നും ഇല്ലാവോ? ഗോവിന്ദ മാഷെ പോലെ ഒരാള് അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനത്തിന്റെ മഹത്വം ഓർക്കാതെ ദേശാഭിമാനിൽ വന്ന വാർത്ത വിളിച്ചു പറഞ്ഞത് വളരെ മോശമായി പോയി. അതൊരു നിലവാരം കുറഞ്ഞ ഇടപാടായി പോയി എന്നും മാത്രമേ പറയാനുള്ളൂ. എന്നിട്ട് പറയാണ് പ്രതിപക്ഷ നേതാവിന് തട്ടിപ്പിൽ പങ്കെടുത്തു. അത് ശരി. അപ്പൊ നിങ്ങൾ രണ്ടു കൂട്ടരും തട്ടിപ്പ് നടത്താൻ മത്സരിക്കാണോ? അങ്ങനെയാണ് നാട്ടുകാർ ചോദിക്കണത്. ഈ പാവപ്പെട്ട ഒരു രോഗിക്ക് അയാളുടെ കേസ് എന്റെ മുമ്പിൽ വന്നാൽ ഞാനത് വലിച്ച് കൊട്ടലിടണോ? ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ഇത്രേ ചെയ്തുള്ളൂ. അതിനാണ് ഇവന്മാർ ഇങ്ങനെ ബഹളം വെക്കുന്നത്. 2 നില വീടും വണ്ടിയോളും ഒക്കെ ഉള്ള രോഗിക്ക് ലക്ഷങ്ങളുടെ സഹായം. അപ്പൻഡിസൈറ്റിസിന് ഒരു ദിവസം ചികിത്സ തേടിയ ആൾക്ക് ഹൃദ്രോഗത്തിന് സഹായം. പ്രകൃതിക്ഷോഭത്തിലെ 76% വീടിന് നാശം സംഭവിച്ച ആളുടെ പേരിൽ 4 ലക്ഷം. പക്ഷെ ശരിക്കുള്ള വീട്ടുടമസ്ഥൻ അങ്ങനെ ഒരു അപേക്ഷ പോലും കൊടുത്തിട്ടില്ല കേട്ടാ. അങ്ങനെ എല്ലാവരോടും ഭയങ്കര കരുതലാണ്. നിധിയിലേക്ക് പണം കൊടുത്തവര്, ഉള്ള സമ്പാദ്യത്തിന്റെ 3/4 ഭാഗവും കൊടുത്ത ബീഡി തൊഴിലാളി, ബസ്സുകാര്, ഓട്ടോക്കാര്, കർഷകര്, അങ്ങനെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു കൈ സഹായം നീട്ടിയ ഒരു മനുഷ്യരെയും മലയാളി മറന്നിട്ടില്ല, മറക്കില്ല. ഭരണപക്ഷത്ത് നിന്നായാലും പ്രതിപക്ഷത്ത് നിന്നായാലും ദുരിതാശ്വാസ നിധിയിൽ കൈയിട്ട് വാരിയെങ്കിൽ ശിക്ഷ ലഭിക്കട്ടെ. ആശ്വാസധനം അർഹരുടെ കയ്യിലെത്തട്ടെ. ഈ കൂരായണത്തിന്റെ പുനഃസംപ്രേഷണം നാളെ രാവിലെ മോർണിംഗ് ഷോയിൽ രാവിലെ 9:20 നിങ്ങൾ